ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കലാസാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് എങ്ങനെയാണെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. കാരണം പലരും റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ക്ലാസ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ക്ലാസ്സുകൾ നമുക്ക് പിന്നീട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിന്റെ പേരെന്താണ്? എന്താണ് കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിന്റെ പേര്? ആൻസർ കേളികൊട്ട് അല്ലെ, കേളികൊട്ടാണ്. അപ്പൊ കഥകളി, കായും ളായൊക്കെ ഉണ്ട് അല്ലെ, കേളി, കഥകളി, കേളികൊട്ട്. ഓക്കെ, പഠിച്ചു വെക്കുക. അടുത്തത് പി കേശവദേവ് രചിച്ചിട്ടുള്ള ഉലക്ക എന്ന നോവൽ ഏത് സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ്? ഓക്കെ, പി കേശവദേവന്റെ ആണ് ഉലക്ക എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ കേട്ടോ. അത് ഏത് സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ് പറയാവോ? ആൻസർ പുന്നപ്ര വയലാർ സമരമാണ് കേട്ടോ. പുന്നപ്ര വയലാർ സമരം. ജസ്റ്റ് ഓർത്ത് വയ്ക്കാം, വയലിൽ നിന്ന് കിട്ടുന്ന നെല്ലൊക്കെ ഉലക്ക വെച്ച് അടിച്ചു എന്നൊക്കെ വേണമെങ്കിൽ, ഇടിച്ചു എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം അല്ലെ. അപ്പൊ പുന്നപ്ര വയലാർ സമരം പി കേശവദേവന്റെ ആണ് ഉലക്ക എന്ന നോവൽ എന്നും കൂടെ അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. ഇനി അടുത്ത ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള ജോഡികൾ ഏവ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഗബർ ആരെഴുതിയിട്ടുള്ളത്? ഗബർ KR മീരയുടെ ആണ് അല്ലെ. ജസ്റ്റ് പഠിച്ചു വെച്ചേക്കുക. നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ, KR എന്ന് പറയുമ്പോൾ നമുക്ക് കെയർ, ഇംഗ്ലീഷിലെ കെയർ എന്ന് എടുക്കാം. കെയർ ചെയ്തില്ലെങ്കിൽ ഗബർ അടക്കം ചെയ്യേണ്ടി വരും എന്നൊക്കെ വെറുതെ ഓർത്തു വെക്കുക കേട്ടോ. പിന്നെ പാവക്കുട്ടി ഗ്രേസിയുടെ ആണ്, അത് കറക്റ്റ് ആണ്. പാവക്കുട്ടി ഗ്രേസിയുടെ ആണ്. അനർഘ നിമിഷം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആണ്. ഓക്കെ, ഒരു നിമിഷം വൈകി എന്നൊക്കെ ഓർത്തു വെക്കാം അല്ലെ. അപ്പൊ അനർഘ നിമിഷം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആണ്. അതേപോലെ തന്നെ എന്റെ വഴി അമ്പലങ്ങൾ SK പൊറ്റക്കാടിന്റെ ആണ്. ഓക്കെ, എന്റെ വഴി അമ്പലങ്ങൾ ആരുടെ ആണ്? SK പൊറ്റക്കാട്. അപ്പൊ ഇതെല്ലാം പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പൊ ഒന്ന് വരുന്നത് ഖബർ വരുന്നത് KR മീരയാണ് അല്ലെ. പിന്നെ പാവക്കുട്ടി ഗ്രേസി, അനർഘ നിമിഷം, വൈക്കം മുഹമ്മദ് ബഷീർ, എന്റെ വഴി അമ്പലങ്ങൾ, SK പൊറ്റക്കാട്. ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാച്ചിക്കുറുക്കിയ കവിത എന്ന വയലോപ്പള്ളി കവിതകളെ വിശേഷിപ്പിച്ചിട്ടുള്ള നിരൂപകൻ ആര് എന്നുള്ളതാണ് ചോദ്യം. പറയാവോ? കാച്ചിക്കുറുക്കിയിട്ടുള്ള കവിത MN വിജയന്റെ ആണ് കേട്ടോ. MN വിജയന്റെ ആണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഓർത്ത് വയ്ക്കാം, കാച്ചിക്കുറുക്കി. ഇപ്പൊ നമ്മൾ കാച്ചിക്കുറുക്കിയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാച്ചിക്കുറുക്കിയിട്ടുള്ള കവിതയൊക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് വിജയം ഉറപ്പാണെന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ MN വിജയന്റെ ആണ് കേട്ടോ. ഇനി 2022 വയലാർ അവാർഡിന് അർഹമായിട്ടുള്ള കൃതി ചോദിക്കുകയാണെങ്കിൽ ഏതാണ് കൃതി? 2022 വയലാർ അവാർഡിന് അർഹമായിട്ടുള്ള കൃതി മീശയാണ് അല്ലെ. S ഹരീഷിന്റെ മീശയാണ്. അപ്പൊ രണ്ട് സൈഡിലും മീശ തിരിച്ചു വെച്ചു എന്നൊക്കെ ഓർത്തു വെക്കാം. വയലാർ പുരസ്കാരമാണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക. അതേപോലെ തന്നെ 2023 വയലാർ അവാർഡ് നേടിയിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിയാണ്. തമ്മിൽ മാറിപ്പോരുത്, ആ വർഷവുമായിട്ട് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവുക. 2023 വയലാർ അവാർഡ് നേടിയിട്ടുള്ള വ്യക്തി ശ്രീകുമാരൻ തമ്പിയാണ് കേട്ടോ. അപ്പോ വയലിലെ തുമ്പി എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. ശ്രീകുമാരൻ തമ്പിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കാം. പ്രശസ്ത നാടകമായിട്ടുള്ള അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആരുടെയാണ്? VT ഭട്ടതിരിപ്പാട് അല്ലെ. VT ഭട്ടതിരിപ്പാടിന്റെ ആണ്. ജസ്റ്റ് ഓർത്ത് വെക്കാം, അടുക്കളയിൽ നിന്നൊരു പാട് വന്നു എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. എന്തെങ്കിലുമൊക്കെ ചെയ്തപ്പോൾ ഒരു പാട് വന്നു എന്നൊക്കെ ഓർത്ത് വെക്കാം. VT ഭട്ടതിരിപ്പാടിന്റെ ആണെന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? കിളിക്കാലം ആരുടെയാണ്? P വത്സലയുടെ ആണ് കിളിക്കാലം. ഓക്കെ, അപ്പൊ കിളിക്കാലം ആരുടെ ആത്മകഥയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ P വത്സല. ജസ്റ്റ് ഓർത്ത് വെച്ചോളൂ. ഇപ്പൊ ഒരു കിളിയുടെ ഒരു കാലം, അല്ലെങ്കിൽ കുറെ കാലം കിളീനെ ഇങ്ങനെ വാത്സല്യത്തോടെ വളർത്തി എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. വാത്സല്യം വത്സലയായിട്ടൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? P വത്സല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? വള്ളത്തോളാണ് അല്ലെ. വള്ളത്തോളാണ്. ഓക്കെ, അടുത്തത് വരികളാണ്. നമുക്ക് നോക്കാം. കപട ലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് പരാജയം. ആരുടെ വരികളാണിവ? ആരുടെയാണ് പറയാവോ? ആൻസർ കുഞ്ഞുണ്ണി മാഷിന്റെ ആണ് അല്ലെ. കുഞ്ഞുണ്ണി മാഷിന്റെ ആണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവാ. കപട ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയം ഉണ്ടായതാണ് പരാജയം. ഓക്കെ, കപട ലോകത്തിൽ ആത്മാർത്ഥമായി ഒരു ഹൃദയം ഉണ്ടായതാണ് പരാജയം. ഇത് ആരുടെ വരികളാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചങ്ങമ്പുഴയുടെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിന്റെ തനത് നൃത്തരൂപം ഏതാണ്? ആൻസർ മോഹിനിയാട്ടമാണ് കേട്ടോ. കേരളത്തിന്റെ തനത് നൃത്തരൂപം ചോദിക്കുകയാണെങ്കിൽ അത് മോഹിനിയാട്ടം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാജ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? വീണ മീട്ടുന്ന സ്ത്രീ രാജ രവിവർമ്മയുടെ ആണ്. ഹംസവും ദമയന്തിയും അദ്ദേഹത്തിന്റെ ആണ്. വിശ്വാമിത്രനും മേനകയും അല്ലെ, അതും അദ്ദേഹത്തിന്റെ ആണ്. ആൻസർ
ഉമയുടെ തപസ്യാണ് അല്ലെ, ഉമയുടെ തപസ്യ. അപ്പൊ ഉമയുടെ തപസ്യ ആരുടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നന്ദലാൽ ബോസിന്റെ ആണ് കേട്ടോ. നന്ദലാൽ ബോസ് ഒരു തപസ് ചെയ്യണ ഒരു ബോസ് ഉണ്ടെന്നൊക്കെ ഓർത്തു വെക്കാം. ഓക്കെ, ഉമയുടെ തപസ്യ നന്ദലാൽ ബോസിന്റെ ആണ്. അടുത്ത് നോക്കാം, ഋഗ്വേദവും വാൽമീകി രാമായണം വിവർത്തനം ചെയ്ത മലയാള കവി ആരാണ്? വള്ളത്തോളാണ് അല്ലെ. ഇനി ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ? ആരുടെയാണ് അത്? ചങ്ങമ്പുഴയുടെ ആണ് അല്ലെ. ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ ചോദിക്കുകയാണെങ്കിൽ ചങ്ങമ്പുഴയുടെ ആണ് തുടിക്കുന്ന താളുകൾ കേട്ടോ. തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴയുടെ. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? പലർക്കും അറിയായിരിക്കും, ഗസഹാക്കിന്റെ ഇതിഹാസം അല്ലെ. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഗസഹാക്കിന്റെ ഇതിഹാസം. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയിട്ടുള്ളത്? ആൻസർ സർക്കസ് ആണ്. കീലേരി കുഞ്ഞിക്കണ്ണൻ, ഒരു കുഞ്ഞു കണ്ണുള്ള ഒരാള് സർക്കസിൽ ഉണ്ടെന്നുള്ളത് ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയതെന്ന് ചോദിക്കുകയാണെങ്കിൽ സർക്കസിലാണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കാം. തിക്കോടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? തിക്കോടിയൻ. ആൻസർ കുഞ്ഞനന്തൻ നായരാണ്. ആരാണ്? കുഞ്ഞനന്തൻ നായരാണ് തിക്കോടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് അല്ലെ. അപ്പൊ ഈ കുഞ്ഞു കുട്ടികളൊക്കെയാണ് ഒടിക്കുക എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ, സാധനങ്ങളൊക്കെ ഒടിക്കുക എന്നൊക്കെ ഓർക്കാം. കുഞ്ഞനന്തൻ നായർ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോണേ. അപ്പൊ തിക്കോടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ കുഞ്ഞനന്തൻ നായരാണ് കേട്ടോ. ഇനി കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? കഴിഞ്ഞ കാലം പറയാവോ? ആരുടെയാണ്? കെ പി കേശവ മേനോന്റെ ആണ് അല്ലെ. കെ പി കേശവ മേനോൻ. ഞാൻ ഓർത്തു വെച്ചേക്കണത് കഴിഞ്ഞ കാലത്തിൽ കുറെ മുടി ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ വെറുതെ ഓർത്തു വെച്ചേക്കാണ് കേട്ടോ. കെ പി കേശവ മേനോൻ. കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? കെ പി കേശവ മേനോൻ. ഇനി അടുത്ത് നോക്കാം, പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നേൻ ബാക്കിയമുള്ളവർ ഇതിനെ പഠിച്ചോവർ. ഏത് കൃതിയിലെ വരികളാണിവ? ആൻസർ മുഹിയുദ്ദീൻ മാല. ഏതാണ്? മുഹിയുദ്ദീൻ മാല. പഠിച്ചു വെച്ചേക്കണേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ് കെ പൊറ്റക്കാടിന്റെ രചന ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഒരു ദേശത്തിന്റെ കഥ അല്ലെ. ഒരു ദേശത്തിന്റെ കഥ. എസ് കെ പൊറ്റക്കാടിന്റെ രചനയാണ് ഒരു ദേശത്തിന്റെ കഥ. ഒരു ദേശത്ത് ഒരു ചെറിയൊരു കാട് ഉണ്ടായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. ഒരു ദേശത്തിന്റെ കഥ കേട്ടോ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയിട്ടുള്ള എസ് കെ പൊറ്റക്കാടിന്റെ രചന ചോദിക്കുകയാണെങ്കിൽ ഒരു ദേശത്തിന്റെ കഥയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏതെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ബദിരവിലാപം അദ്ദേഹത്തിന്റെ ആണ്. ഋതുവിലാസം അദ്ദേഹത്തിന്റെ ആണ്. കൊച്ചു സീതയും അദ്ദേഹത്തിന്റെ ആണ് അല്ലെ. അപ്പൊ രാത്രി മഴയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഓർത്തു വെച്ചോളൂ, ഒരു വള്ളത്തിൽ കയറിയപ്പോ വള്ളത്തിന് എന്തെങ്കിലുമൊക്കെ പറ്റി കഴിയുമ്പോൾ ആകെ വിലാപമായിരിക്കും എന്നുള്ള രീതിയിൽ ഓർക്കാം. ബദിരവിലാപം. ഓക്കെ, ബദിരവിലാപം. അതേപോലെ തന്നെ വള്ളത്തിൽ കയറിയിട്ട് നമ്മൾ ആരുടെങ്കിലൊക്കെ വീട്ടിലേക്ക് ആയിരിക്കുമല്ലോ പോണം. അപ്പൊ ഒരു വിലാസം ഉണ്ടെന്നൊക്കെ ഓർത്തു വെക്കാം, മൃദുവിലാസം. അപ്പൊ ബദിരവിലാപം, ഋതുവിലാസം. പിന്നെ ഒരു കൊച്ചിനെയും കൊണ്ടാണ് വള്ളത്തിൽ കയറിയെന്ന് ഓർക്കാം, കൊച്ചു സീത കേട്ടോ. ഇനി രാത്രി മഴ ആരുടെയാന്ന് ചോദിക്കുകയാണെങ്കിൽ സുഗതകുമാരിയുടെ ഒരു കവിതയാണ് രാത്രി മഴ എന്ന് പറയുന്നത്. രാത്രി മഴ പെയ്തു കഴിഞ്ഞാൽ നല്ല സുഖാണെന്നൊക്കെ ഓർത്തു വെക്കാം അല്ലെ. അപ്പൊ സുഗതകുമാരിയുടെയാണ് രാത്രി മഴ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഫൈദോർ ദസ്തവേസ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ചുള്ള നോവൽ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഒരു സങ്കീർത്തനം പോലെ കേട്ടോ. ഒരു സങ്കീർത്തനം പോലെ. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ, ഒരു സങ്കീർത്തനം പോലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഇലഞ്ഞിത്തറ മേളം ഏത് ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇലഞ്ഞിത്തറ മേളം കേട്ടിട്ടുണ്ടാവും, തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഇലഞ്ഞിത്തറ മേളം ഏത് ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തൃശ്ശൂർ പൂരമാണ്. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകനാര്? ആൻസർ വള്ളത്തോൾ നാരായണ മേനോനാണ് കേട്ടോ. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ചോദിക്കുകയാണെങ്കിൽ വള്ളത്തോൾ നാരായണ മേനോനാണ്. ഭൈരവിക്കോലം ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പറയാവോ? ഭൈരവിക്കോലം ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ പടയണിയാണ് കേട്ടോ. പടയണി. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയിട്ടുള്ള സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത് ആരാണ്? സമ്പർക്ക ക്രാന്തി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ആരുടെയാണ്? വി ഷിനിലാലിന്റെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നോവലാണ് നമ്മൾ പറഞ്ഞു. നോ സമ്പർക്കം എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാൻ പറഞ്ഞു. നമ്മുടെ ഈ കോവിഡ് സമയത്തൊക്കെ നോ സമ്പർക്കം എന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ. ഇനി സമ്പർക്കം വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ക്ഷീണിച്ചു പോകുന്ന ഓർക്കാം. അപ്പൊ വി ഷിനിലാലിന്റെ ആണ് എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാ കേട്ടോ. കിട്ടുന്നുണ്ടല്ലോ. അടുത്ത ചോദ്യം, ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായിട്ടുള്ള പ്രഥമ പ്രതിശ്രുതി എന്ന ബംഗാളി നോവൽ എഴുതിയത് ആരാണ്? ആൻസർ ആശാപൂർണദേവി. ആരാണ്? ആശാപൂർണദേവി കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ചവറ പാറുക്കുട്ടി ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ട കലാകാരിയായിരുന്നു? കഥകളിയാണ് കേട്ടോ. കഥകളിയാണ്
ചവറ പാറുക്കുട്ടി ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ട കലാകാരിയായിരുന്നു? ഏതാണ് ആൻസർ? കഥകളിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കഥകളി തന്നെയാണ്. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ചോദിക്കുകയാണെങ്കിലും കഥകളിയാണ് അല്ലെ. ഇനി ഹൃദയസ്മിതം ആരുടെ കൃതിയാണ്? ഹൃദയസ്മിതം പറയാവോ? ആരുടെയാണ്? ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ആണ് ഹൃദയസ്മിതം. ഓക്കെ. അപ്പൊ സ്മിതം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പുഞ്ചിരി അല്ലെ. അപ്പൊ ഹൃദയത്തിന് ഒരു പുഞ്ചിരിയൊക്കെ കിട്ടുന്നത് ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് എടപ്പള്ളി പള്ളിയിൽ പോകുമ്പോഴാണെന്നുള്ള രീതിയിൽ ഓർത്തേക്കാണ്, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ പോകുമ്പോഴാണെന്നൊക്കെ ഓർത്ത് വെക്കും. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നു പാടിയത് ആരാണ്? ഇത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും അല്ലെ. ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം ആരുടെയാണ്? അത് കുഞ്ചൻ നമ്പ്യാറിന്റെ ആണ് അല്ലെ. കുഞ്ചൻ നമ്പ്യാറിന്റെ ആണ്. ഇത് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്ത് വെക്കാം. ഒരു കുഞ്ഞു കൊതുകാണെന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. കുഞ്ഞു കൊതുക് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. കുഞ്ചൻ നമ്പ്യാറിന്റെ ആണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കാം. പ്രവാസം എന്ന കൃതി രചിച്ചത് ആരാണ്? പ്രവാസം എന്ന കൃതി രചിച്ചിട്ടുള്ളത് എം മുകുന്ദനാണ്. ഈ പ്രവാസികളൊക്കെ കാണുമ്പോൾ അവരുടെ മുഖം നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന ഓർത്ത് വയ്ക്കാം. മുകുന്ദൻ, എം മുകുന്ദൻ എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കഥകളി അടിസ്ഥാനപ്പെടുത്തി കേരള നടനം എന്ന നാട്യരൂപം ചിട്ടപ്പെടുത്തിയത് ആര്? ആൻസർ വരുന്നത് ഗുരു ഗോപിനാഥ് ആണ് കേട്ടോ. ഗുരു ഗോപിനാഥ് ആണ്. കഥകളി അടിസ്ഥാനപ്പെടുത്തി കേരള നടനം, ഓക്കെ, കേരള നടനം ഗുരു ഗോപിനാഥിന്റെ. ഓക്കെ. ഇനി ഏകലവ്യൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? ആൻസർ കെ എം മാത്യൂസ് ആണ്. ഏകലവ്യൻ, ഏകലവ്യൻ കെ എം മാത്യൂസ്. ഞാൻ ഓർത്തേക്കണം ഈ മാത്സുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. മാത്സിലെ ഏകലവ്യൻ എന്നൊക്കെ ജസ്റ്റ് വേണമെങ്കിൽ ഓർത്തു വയ്ക്കാം. കെ എം മാത്യൂസ് ആണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. ഏകലവ്യൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ചോദിക്കുകയാണെങ്കിൽ അത് കെ എം മാത്യൂസ് ആണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമന്റ്സ് അനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ബൈ, ഹാവ് എ നൈസ് ഡേ.